വെൽക്കം ഓൾ ഓഫ് യു. സോ നമ്മൾ കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് അസസ്മെൻറ്റ് ഓഫ് AOP ഓർ BOI. അപ്പോൾ അതിൽ നമ്മൾ അതിൻ്റെ ബേസിക്കായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് AOP ഓർ BOIയുടെ ടോട്ടൽ ഇൻകം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടാക്സ് ലയബിലിറ്റി ഓഫ് AOPയുടെ ടാക്സ് ലയബിലിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഒരു ചാർട്ട് നമ്മൾ വരച്ചിട്ടുണ്ട്. ജസ്റ്റ് അതിലൂടെ പെട്ടെന്ന് നമുക്കൊന്ന് പറഞ്ഞു പോകാം. ടാക്സ് ലയബിലിറ്റി ഓഫ് AOPയുടെ ടാക്സ് ലയബിലിറ്റി എങ്ങനെയാണ്? രണ്ട് രീതിയിൽ നമുക്ക് ഇതിനൊന്ന് കാണാം. ഇഫ് ഷെയർ ഓഫ് ഇൻകം ഓഫ് മെമ്പേഴ്സ് ആർ നോൺ ഓർ ഡിറ്റർമിൻഡ്, AOPയിലുള്ള മെമ്പേഴ്സിൻ്റെ ഷെയറുകൾ എത്രയാണ് എന്നതിന് വ്യക്തമായിട്ട് നമുക്ക് അറിയാമെങ്കിൽ, മെമ്പേഴ്സിൻ്റെ റേഷ്യോസ് എത്രയെന്ന് കറക്റ്റായിട്ട്, അതുപോലെ തന്നെ അവരുടെ കോൺട്രിബ്യൂഷൻ, ഇതിനെക്കുറിച്ച് എന്താണ് വ്യക്തമായിട്ട് നമുക്ക് അറിയാമെന്നുള്ള കേസിലാണെങ്കിൽ അത് ഒന്നാമത്തത് കേസ് 1. ഇനി അത് അറിയാത്ത സാഹചര്യം വരാം, കേസ് 2. ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മളിതിനെ കാണുന്നത്. അപ്പോൾ AOPയിലെ മെമ്പേഴ്സിൻ്റെ ഷെയറിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ രണ്ട് രീതിയിൽ. അതിൽ if personal income of any member, ശ്രദ്ധിക്കുക, any member exceed basic slab limit, ഏതെങ്കിലും ഒരു മെമ്പറുടെ ബേസിക് സ്ലാബ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്, അതിലേറെ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ, ഒരു ഉദാഹരണത്തിന് AOP ആണിത്. AOP ഇതിലുള്ള ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. ഇതൊക്കെ മെമ്പേഴ്സ് ആട്ടോ. ഓക്കെ ഇതിലുള്ള ഏതെങ്കിലും ഒരു മെമ്പേഴ്സ്, ഇത് 4 മെമ്പേഴ്സ് ഉണ്ട്, 1 2 3 4. ഈ പേഴ്സണൽ ഇൻകം ഓഫ് എനി മെമ്പർ, ഈ 4 ഏതെങ്കിലും ഒരു മെമ്പറുടെ പേഴ്സണൽ ഇൻകം എക്സീഡ് ബേസിക് സ്ലാബ് ലിമിറ്റ്, ബേസിക് സ്ലാബ് ലിമിറ്റിൽ അധികമാകാണെങ്കിൽ, അതായത് ഇപ്പോൾ 2.5 ലക്ഷം, ഇതാണല്ലോ നമ്മുടെ ബേസിക് സ്ലാബ് ലിമിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ശ്രദ്ധിക്കണം, ബേസിക് എന്ന് ഇവിടെ വെക്കാൻ കാരണം ഏജിനനുസരിച്ച് മാറും അല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് എന്താണ്, ഇതൊരു 60 വയസ്സുള്ള ആളാണെങ്കിൽ അയാൾക്ക് എന്താണ് ബേസിക് ലിമിറ്റ് 3 ലക്ഷമാണ് അല്ലേ. സൂപ്പർ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അയാൾക്ക് 5 ലക്ഷം വരെ എക്സംഷൻ ഉണ്ട്. സോ ഇഫ് പേഴ്സണൽ ഇൻകം ഓഫ് എനി മെമ്പർ എക്സീഡ് ദാറ്റ് ബേസിക് സ്ലാബ് ലിമിറ്റ്, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ഈ AOP ഉണ്ടല്ലോ, ഇവർ MMR റേറ്റിൽ ടാക്സ് ചെയ്യും. മാക്സിമം മാർജിനൽ റേറ്റ് 30%. MMRൽ ടാക്സ് റേറ്റ് MMR അതായത് 30%. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, അതർവൈസ് അതല്ല എന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള ഒരൊറ്റ മെമ്പേഴ്സിൻ്റെയും എന്താണ് പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത് അവരുടെ ബേസിക് സ്ലാബ് ലിമിറ്റിൽ കൂടുതൽ പോകുന്നില്ല അല്ലെങ്കിൽ കുറവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വലിൻ്റെ ടാക്സ് ലയബിലിറ്റി എങ്ങനെയാണോ കണ്ടത്, അതുപോലെയാണ് AOPൻ്റെ ടാക്സ് ലയബിലിറ്റി കണ്ടത്. അപ്പോൾ ഇവിടെ AOPൻ്റെ ഇത് AOP ആണ്, AOP ബിസിനസ്. MMRലാണെങ്കിൽ ഇവിടെ AOP എന്തായിരിക്കും, ഇൻഡിവിജ്വൽ സ്ലാബ് റേറ്റ്. ഫസ്റ്റ് 2,50,000 നെല്ല്, ഓൺ നെക്സ്റ്റ് 2,50,000, 5%, ഇങ്ങനെ നമ്മൾ പോകുമല്ലോ. അതുപോലെ അത് നമ്മൾ കണ്ടുവെച്ചാൽ അല്ലേ, പഠിച്ചതാണ്. ലൈക്ക് ഇൻഡിവിജ്വൽ സ്ലാബ് റേറ്റ്. ക്ലിയർ ആണല്ലോ. ഇനി നോക്കുക, ഇങ്ങനെ നമ്മുടെ AOP ബിസിനസ് MMRൽ ടാക്സ് അടച്ചു എന്ന് വിചാരിക്കുക. MMRൽ ടാക്സ് അടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തികളുടെ പേഴ്സണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, ഇവരുടെ പേഴ്സണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ AOPയുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടുള്ള പ്രോഫിറ്റിൻ്റെ ഷെയർ ഉണ്ടാവും. ആ ഷെയർ ഏതിൽ കൂട്ടേണ്ട ആവശ്യമില്ല, ഇവരെ പേഴ്സണൽ ഇൻകത്തിൽ കൂട്ടേണ്ട ആവശ്യമില്ല. ഷെയർ ഓഫ് ഇൻകം ഓഫ് AOPൻ്റെ ഷെയർ ഓഫ് ഇൻകം നോട്ട് ഇൻക്ലൂഡഡ് ഇൻ പേഴ്സണൽ ഇൻകം, പേഴ്സണൽ ഇൻകത്തിലേക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അതിനുള്ള കാരണം എന്താണ്, ഇവർ മൊത്തത്തിലാണ് ടാക്സ് അടിച്ചിന് 30% ഫ്ലാറ്റ് റേറ്റിൽ അടിച്ചിന് അല്ലേ. ഇപ്പോൾ സപ്പോസ് AOPയിൽ
ഇപ്പം എത്രയാണ് 4 മെമ്പേഴ്സ് നമ്മളാണ് 4 മെമ്പേഴ്സ് ഉണ്ട്. ഈ AOPക്ക് കിട്ടിയ ഇൻകം എന്ന് പറയുന്നത് ഒരു 10 ലാഖാണ് ഇരിക്കാൻ. 10 ലാഖിന് വലിയ ടാക്സ് അടിച്ചത്. സോ നോക്കുക 10 ലക്ഷമായിരുന്നെങ്കിൽ എന്താണ് ഇയാൾക്ക് ഒരു 2.5 ലക്ഷം ഉണ്ടാവും. 2.5 ഇതിനെയാണ് നമ്മളെന്താണ് ഷെയർ ഓഫ് ഇൻകം ഫ്രം AOP എന്ന് പറയുന്നത്. ഈ ഇൻകത്തിൽ നിന്ന് ഇവരുടെ പങ്ക് ഷെയർ ഓഫ് ഇൻകം. ഇത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ഇവരുടെ പേഴ്സണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ പേഴ്സണൽ ഇൻകത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട എന്നാണ് പറഞ്ഞത്. ഓക്കെ ആണല്ലോ. ദെൻ ഇനി ഇവിടെ നോക്കുക. നമ്മൾ പറഞ്ഞു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എവിടെ ഓർക്കണം, നമ്മൾ ഈ ഭാഗത്ത് ഓർക്കുക. ഓക്കെ. അതർവൈസ് നമ്മൾ പറഞ്ഞു ഇൻഡിവിജ്വൽ സ്ലാബിലാണ് വരിക. അതായത് ഇവരുടെ എല്ലാവരുടെയും എന്താണ് ഇൻകം ബേസിക് സ്ലാബ് ലിമിറ്റിന് താഴെയാണെങ്കിൽ ഇൻഡിവിജ്വലിൻ്റെ സ്ലാബ് റേറ്റ് പ്രകാരം കണ്ടാൽ മതി. അവിടെ അപ്പോൾ 3 കണ്ടീഷൻ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ. ഇൻഡിവിജ്വൽ സ്ലാബ് റേറ്റിൽ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർസ് ആർ ഡിറ്റർമിൻഡ്. ഈ പറഞ്ഞ സാധനമാണ്. ഇഫ് ഷെയർസ് ഓഫ് ഇൻകം ഓഫ് മെമ്പേഴ്സ് ആർ നോൺ, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇൻഡിവിജ്വൽ സ്ലാബ് റേറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, AOPൻ്റെ കാണാൻ പറ്റുള്ളൂ. മറ്റൊന്ന് മെമ്പേഴ്സ് പേഴ്സണൽ ഇൻകം ലെസ് ദാൻ സ്ലാബ് ലിമിറ്റ്. അത് നമ്മൾ പറഞ്ഞു. ഇത് അതിൻ്റെ ഓപ്പോസിറ്റ്, ഇത് എക്സീഡാണ്. അപ്പോൾ ഇവിടെ എല്ലാവരുടെയും എന്താണ് മെമ്പേഴ്സിന് എന്താണ് സ്ലാബ് ലിമിറ്റ് ലെസ് ദാൻ ആയിരിക്കണം. അല്ലെ, അവിടെ പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത് ലെസ് ദാൻ സ്ലാബ് ലിമിറ്റ് ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റിൽ വരുന്ന സംഭവം. ദെൻ ഒരു അഡീഷണൽ കാര്യങ്ങൾ, നൺ ഓഫ് ദി മെമ്പേഴ്സ് ഈസ് എ കമ്പനി. ഈ മെമ്പേഴ്സിലൊന്നും എന്തുണ്ടാകാൻ പാടില്ല. AOP എന്ന് പറഞ്ഞാൽ പല ആളുകളും വരാം, ഫേം വരാം, ഇൻഡിവിജ്വൽ വരാം, HUF വരാം, കമ്പനിയൊക്കെ കൂടാം. ഇതിലൊരിക്കലും എന്ത് പാടില്ല, ഒരു കമ്പനി വരാൻ പാടില്ല. കമ്പനി ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്തിൽ തന്നെ വരണം, 30% തന്നെ സ്ലാബിൽ വരും, MMRൽ എടുക്കേണ്ടി വരും. കമ്പനി ഇല്ലെങ്കിൽ പിന്നെ ഈ കണ്ടീഷനും ബാധകമാണെങ്കിൽ ഇൻഡിവിജ്വൽ സ്ലാബിൽ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത്രേ ഉള്ളൂ. ഫൈനൽ കൺക്ലൂഡ് ചെയ്യണമെങ്കിൽ ഒരു AOPയെ നമ്മൾ ഇൻഡിവിജ്വൽ സ്ലാബ് റേറ്റിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 3 കണ്ടീഷൻ. ഒന്ന്, ഇഫ് ഷെയർസ് ഓഫ് ഇൻകം ഓഫ് മെമ്പർ ആർ നോൺ. 2, മെമ്പേഴ്സ് പേഴ്സണൽ ഇൻകം മസ്റ്റ് ബി ലെസ് ദാൻ സ്ലാബ് ലിമിറ്റ്. ആൻഡ് 3, നൺ ഓഫ് ദി മെമ്പേഴ്സ് ഈസ് എ കമ്പനി. അതിലൊരു മെമ്പർ പോലും കമ്പനി ആകാൻ പാടില്ല. ഓക്കെ. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ പറഞ്ഞ ഈ ഒരു നിയമമുണ്ടല്ലോ, നോട്ട് ഇൻക്ലൂഡഡ്. പേഴ്സണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ കേസിൽ എന്താണ് ഷെയർ ഓഫ് ഇൻകം നമ്മൾ എന്താണ് എടുക്കൂല. എന്നാൽ ഇവിടെ എന്താണ് ഇൻക്ലൂഡ്. പേഴ്സണൽ ഇൻകത്തിലേക്ക് എന്താണ് ഷെയർ ഓഫ് ഇൻകം ഇൻക്ലൂഡ്. ഷെയർ ഓഫ് ഇൻകം ഇൻക്ലൂഡഡ്. അത് ശ്രദ്ധിക്കുക. ഓക്കെ. ദെൻ ഇവിടെ ഒരു അഡീഷണൽ കാര്യം കൂടിയും ശ്രദ്ധിക്കണം. AOPയുടെ ടാക്സ് ലയബിലിറ്റി നമ്മൾ ഇൻഡിവിജ്വൽ സ്ലാബ് റേറ്റിൽ കാണുകയാണെങ്കിൽ ഇവർക്ക് ഒരു റിബേറ്റിനുള്ള ഒരു അവസരം കൂടി കിട്ടുന്നുണ്ട്. 86 അവൈലബിൾ റിബേറ്റ് അണ്ടർ സെക്ഷൻ 86 at an average rate. ഇത് നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് കണക്കിലൂടെ പറയാം. ഈ റിബേറ്റ് അണ്ടർ സെക്ഷൻ 86 അറ്റ് ആൻ ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് കാണുന്നത് എങ്ങനെയാണ്, ടോട്ടൽ ഇൻകം ടോട്ടൽ ടാക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു 100. ടോട്ടൽ ടാക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു 100. ടോട്ടൽ ഇൻകത്തിൽ എത്ര ടാക്സ് അടച്ചു അതിൻ്റെ പേഴ്സൻറ്റേജ്, അതാണ് അറ്റ് ആൻ ആവറേജ് റേറ്റ് എന്ന് പറയും. അത് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് റിബേറ്റ് ഉണ്ട്. റിബേറ്റ് അണ്ടർ സെക്ഷൻ 86 ആണ് വരിക. ഓക്കെ, അത് ഇവർക്ക് എന്താണ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണ് AOP നമ്മൾ ഇൻഡിവിജ്വൽ സ്ലാബ് റേറ്റിലാണെങ്കിൽ ഓർമ്മയിലാക്കുക. ഇനി അപ്പോൾ ഈ ഭാഗം കഴിഞ്ഞിട്ടോ, ഇനി നമുക്ക് അൺനോൺ ആണെങ്കിൽ
അൺനോൺ. എന്താ അൺനോൺ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഷെയർ ഓഫ് ഇൻകം ഓഫ് മെമ്പേഴ്സ് ആർ നോൺ ആണ്. ഈ AOPയിൽ ഇവരുടെ ഷെയറിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്താണ്, ഇഫ് എനി മെമ്പർ ഹൂസ് ടോട്ടൽ ഇൻകം ഈസ് ചാർജബിൾ ടു ടാക്സ് ഹയർ ദാൻ MMR, അതുള്ള ഏതെങ്കിലും മെമ്പേഴ്സിൻ്റെ ടോട്ടൽ ടാക്സ് എന്ന് പറയുന്നത്, ആ മെമ്പേഴ്സിൻ്റെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് അതിൻ്റെ ടാക്സ് എന്താണ്, MMRന്റെ മേലെ പോവുകയാണെങ്കിൽ, ഇപ്പോൾ MMR എന്ന് പറയുന്നതിന് 30% ആണ് ഹയസ്റ്റ് സ്ലാബ് റേറ്റ്, അതിൻ്റെ മേലെ പോവുകയാണെങ്കിൽ, അത് ആ ഒരു അവസ്ഥ വരികയാണെങ്കിൽ എങ്ങനെയാണ്? സാധാരണ കേസിൽ ഇത് ഫോറിൻ കമ്പനികൾക്കൊക്കെ വരിക. ഫോറിൻ കമ്പനികൾക്ക് തന്നെ MMRന്റെ മേലെയാണ്. ഇപ്പോൾ ഒരു 40 to 50% എന്നുള്ള റേഞ്ചിലൊക്കെ ഏകദേശം വരാം. കണക്കിൽ നമുക്ക് എഴുതുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. സാധാരണഗതിയിൽ ഇത്തരം കണക്കുകൾ വരാറില്ല. ഓക്കെ, അപ്പോൾ ഇത് ഏത് കേസിലാണ്? ഫോറിൻ കമ്പനി ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഏതിൽ വരുള്ളൂ, ഇങ്ങനെ വരുള്ളൂ. ഓക്കെ, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇഫ് നോ സച്ച് മെമ്പർ, അതാണ് ഇഫ് നോ സച്ച് മെമ്പർ ഹൂസ് ടോട്ടൽ ഇൻകം ഈസ് ചാർജബിൾ ടു ടാക്സ് ഹയർ ദാൻ MMR, MMRന്റെ പുറത്ത് ആർക്കും പോവാത്തതാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എത്രയാണ് ഇവർ ടാക്സ് റേറ്റ്? MMR റേറ്റിൽ ടാക്സ്. അതായത് 30%. ഓക്കെ, അപ്പോൾ ഈ കാര്യം കൂടി വളരെ സിമ്പിളാണത്. നമ്മൾ ഷെയർസിനെ കുറിച്ച് ധാരണ ഇല്ലാന്നുണ്ടെങ്കിലാണ് ഇവിടെ വരുള്ളൂ. അത് ഒന്നുകിൽ എന്താണ് 40 to 50 ഫോറിൻ കമ്പനി ആണെങ്കിൽ, അതല്ല അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, ഫോറിൻ കമ്പനി എന്തായാലും വരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, അവരെന്താണ് MMRൽ ടാക്സ്. സോ ദിസ് ഈസ് ടാക്സ് ലയബിലിറ്റി ഓഫ് AOP. ഇനി നമുക്ക് എന്താണ്, ഇതിനൊരു ചാർട്ടാക്കിയിട്ട്, ചാർട്ട് മീൻസ് എങ്ങനെയാണ് കാൽക്കുലേഷൻ ടാക്സ് ലയബിലിറ്റി എന്ന് നമ്മൾ കണക്കിലേക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോർമാറ്റിലൂടെ വരച്ചിടാം. ഓക്കെ, യെസ്, നോക്കുക എങ്ങനെ ഇതിൻ്റെ ടാക്സ് ലയബിലിറ്റി. നമ്മൾ ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ നമ്മൾ ആ ചാർട്ട് ജസ്റ്റ് ഇതിൽ തന്നെയാണ് എഴുതിയിട്ട് എന്നാൽ പെട്ടെന്ന് മനസ്സിലാവും. MMR റേറ്റിൽ എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ്. നമ്മളെന്ത് ചെയ്യും? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 20 എടുക്കും. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് STT പെയ്ഡ് ഉണ്ടെങ്കിൽ 15%, ക്യാഷ്വൽ ഇൻകം ഉണ്ടെങ്കിൽ 30%. ദെൻ ബാക്കി ബാലൻസിന് എന്ത് ചെയ്യും? MMR എടുക്കും. ഇതാണ് ടാക്സ് അറ്റ് MMR എന്ന് പറയുന്നത് ഈ കേസിൽ വരികയാണെങ്കിൽ. ഓക്കെ, ദെൻ സോ ഇതൊക്കെ അങ്ങനെ കൂട്ടും. ഈ കൂട്ടിയിട്ട് ഈ എമൗണ്ട് അതിൻ്റെ പുറത്ത് എന്താണ് സർചാർജ് ഉണ്ടെങ്കിൽ ചിലപ്പം വരും. എങ്ങനെയാണ്? 1 കോടിക്ക് മുകളിലുണ്ട്. ഇഫ് ടോട്ടൽ ഇൻകം എക്സീഡ് 1 crore ആണെങ്കിൽ എന്ന് 12%. ഇത് മനസ്സിലാക്കണ്ടോ? സർചാർജ് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. 12% AOP ഓർ BOIൻ്റെ ഒക്കെ സർചാർജ്. ഓക്കെ, ദെൻ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അതിൻ്റെ പുറത്ത് എന്താണ് ഒരു 4% വെച്ചാൽ ഫൈനൽ ടാക്സ് ലയബിലിറ്റി കിട്ടും. നമ്മൾ പണ്ട് പഠിച്ച പോലെ തന്നെ വലിയ മാറ്റമൊന്നുമില്ല. ഓക്കെ, ദെൻ ഇൻഡിവിജ്വൽ നോക്കുക. ഇൻഡിവിജ്വൽ സ്ലാബ് റേറ്റിലാണ് AOP നമ്മൾ ചെയ്യണമെങ്കിൽ ഇതേപോലെ തന്നെ. ഓക്കെ, ലോങ് ടേം, ഷോർട്ട് ടേം, ക്യാഷ്വൽ ഇൻകം ഉണ്ടെങ്കിൽ അത് ഇവിടെ മാറും. ഇവിടെ MMRന് പകരം ഇവിടെ എന്താണ് സ്ലാബ് റേറ്റാണ് വരിക. അത് മാത്രമേ ഉള്ളൂ മാറ്റം. എങ്ങനെയാണ് വരും? അവിടെ ബാലൻസ് ചെയ്യുന്നത് ഓൺ ഫസ്റ്റ് 2,50,000 നിൽ. നമ്മൾ പണ്ട് പഠിച്ചത് ഓൺ നെക്സ്റ്റ് 2,50,000 at the rate of 5%. On next 5 lakh at the rate of 20%. Balance at the rate of 30%. ഇതാണ് ഇൻഡിവിജ്വലിൻ്റെ സ്ലാബ് റേറ്റ്. ഇൻഡിവിജ്വൽ സ്ലാബ് റേറ്റ്. ആ ഇൻഡിവിജ്വൽ സ്ലാബ് റേറ്റ് അത് പ്രകാരം എന്ത് ചെയ്യും? ഇവിടെ വരും. ബാക്കിയുള്ളൊക്കെ സെയിമാണ്. സർചാർജ് ആഡ് ചെയ്യുക, സെസ് ആഡ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. ഇതും ഏകദേശം ഇതുപോലെ തന്നെയാണ്. ഈ MMRൽ വരുന്ന മാറ്റം ഇവിടെ അങ്ങനെ റേറ്റ് നമ്മൾ തന്നിട്ടുണ്ട്. സോ ഇതാണ് എന്താണ് ടാക്സ് ലയബിലിറ്റി ഓഫ് AOP എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം, എഴുതിയെടുത്ത് പഠിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ.